ഹലോ ഗൈസ്, ഇപ്പം സമയം 7 മണി കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് ചെറിയൊരു പണി കിട്ടി. വേറെ ഒന്നല്ല, വണ്ടിയുടെ ഹോൺ അടിയുന്നുണ്ടായില്ല. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ചേട്ടൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടായ അബിയുടെ വീട്ടിൽ ഒരു പൂരത്തിൻ്റെ ക്ഷണം ഉണ്ട് കേട്ടോ. കള്ളായി ശ്രീ കാർണവർ ക്ഷേത്രമാണ് അവർ അമ്പലം വരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ കണ്ടത് രണ്ട് സൈഡിലുള്ള ഈ മുല്ലവള്ളികളായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു കാണാനായിട്ട്. ഫുള്ള് പൂത്ത് താഴെ കുറേ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റ അടിച്ചു. വന്നപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. ഇവരാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം തന്നെയായിട്ട് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. പെട്ടെന്ന് എല്ലാവരായിട്ട് കമ്പനി ആയി. എന്താ പറയുക, ഒരു കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ ചെന്ന പോലെ ആയിരുന്നു. എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഫോണൊക്കെ വെച്ച് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. അപ്പോൾ കാവടിയൊക്കെ വന്നപ്പോൾ, പൂരത്തിൻ്റെ സെറ്റൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയി. അവിടെ അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നമ്മളറിയാവുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വന്ന് അടുത്ത് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് സന്തോഷമായി. കൊട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, വളരെ ചെറിയ രീതിയിൽ. അവിടെയുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ പെൺകുട്ടികളായിരുന്നു ഡാൻസ് കളിച്ചിരുന്നത്. ഒരേപോലത്തെ യൂണിഫോം കിട്ടുക അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെയ്തു ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു 10 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് ഈ കാവടിയാട്ടമൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 1:15 ആയപ്പോഴാണ് തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നൈറ്റ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, കാവടിയാട്ടവും ചെണ്ടക്കൊട്ടിൻ്റെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കലൊക്കെ ഒരു അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.